ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞാപ്പിയും മണിക്കുട്ടനും, കുഞ്ഞാപ്പി സ്കൂളിൽ പോയി, മണിക്കുട്ടൻ അംഗനവാടിയിൽ പോയി. അതിനുശേഷം ഞാൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, മണിക്കൂറിന് 10 മണിയൊക്കെയാണ് അംഗനവാടി പോവാൻ. അപ്പോൾ ആ സമയത്ത് അംഗനവാടി കൊണ്ടുവന്നാക്കിയിട്ട് ഞാനും പത്തും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറെ കണ്ടു. അപ്പോൾ എനിക്ക് ഇച്ചിരി തൈറോയിഡിൻ്റെ തൈറോയ്ഡ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ലാബിൽ പോകണം, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടോ. നല്ല ഫ്രൂട്ട്സ് കണ്ടപ്പോഴത്തേക്കിനും കൊതിയായി. വരുന്ന വഴിക്ക് വണ്ടി ഇരുന്നപ്പോൾ കണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം മാമ്പഴമാണ് കേട്ടോ. മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അറിയത്തില്ല, മണിക്കൂറിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ മാമ്പഴം ഒരുപാട് കഴിക്കുമായിരുന്നു. എനിക്ക് മാമ്പഴത്തോട് താല്പര്യം കൂടുതലുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. മറ്റ് ഫ്രൂട്ട്സിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാമ്പഴം വാങ്ങിച്ചു, പഴം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പം 2-3 ദിവസം ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഷേക്ക് കുടിക്കണം എന്ന് ഓർത്താണ്. അപ്പോൾ പപ്പ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി കഴിക്കാം, അതാകുമ്പോൾ മക്കൾക്കും കൂടി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ പിന്നെ മാമ്പഴം മേടിക്കുമ്പോൾ മാമ്പഴം വെച്ചിട്ടടിക്കാൻ ഷേക്ക് അടിക്കാൻ നോക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവിടെ ചെന്നപ്പോഴത്തിട്ടുള്ള കഴിപ്പായിരുന്നു. ഓരോ മാമ്പഴം എടുത്തെടുത്ത് കഴിക്കും ഞാൻ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് ആ മാമ്പഴം മൊത്തം ഞാൻ തീർത്ത് ഒരെണ്ണം മാത്രം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പം കാരണം കഴിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, ഞാനത് എടുത്ത് വെച്ചു. കുഞ്ഞാപ്പി വരുമ്പോൾ അവൾക്ക് കൊടുക്കണമല്ലോ, മുഴുവൻ നമ്മൾ തന്നെ അങ്ങനെ തിന്നണം, മക്കൾക്കും കൊടുക്കണ്ടേന്ന് ഓർത്ത്. മണിക്കൂറിന് അങ്ങനെ മാമ്പഴത്തോട് താല്പര്യമില്ല. തണ്ണിമത്തം തിന്നും, പഴം തിന്നും, കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരത്തെ സീനാണ് കേട്ടോ ഇത്. വൈകുന്നേരം കുഞ്ഞാപ്പി സ്കൂളിൽ വിട്ട് വന്നു, മണിക്കുട്ടൻ വന്നു. അതിനുശേഷം ഞങ്ങൾ ഷേക്ക് അടിച്ച് കുടിക്കുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതും പിന്നെ പാലും പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു ഷേക്ക് അടിച്ച്. മണിക്കുട്ടൻ അധികം ഒന്നും ഇച്ചിരി കഴിക്കത്തുള്ളേ. അത് കഴിഞ്ഞ് എന്നെ കാണുന്നത് രാത്രിയത്തെ പരിപാടികളാണ് കേട്ടോ. രാത്രിയിൽ ഇനി പഠിക്കാനിരിക്കുന്ന സംഭവമാണ്. കുഞ്ഞാപ്പീനെ അപ്പായ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ റായും തായും നായും ഒക്കെ എഴുതാൻ പഠിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ തായ എഴുതി പഠിക്കണം. റായ എഴുതാൻ പറയുമ്പം അവൻ താ തന്നെ എഴുതിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മിടുക്കൻ, ഗുഡ് ബോയ്, മിടുക്കൻ. മിടുക്കനാട്ടോ അവന്റെ പൊന്ന്. 1 2 3 എണ്ണിക്ക്. 1 2 എണ്ണിക്ക്. 5 6 7 8 9 മണിക്കുട്ട, ഇത് കാറാണോ? ഏത്? ഇത് അമ്മ, ഇത് ഇത് ആണോ? അത് കാർ അങ്ങനെയാണോ പോണേ? പോയോ?